നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാനുള്ളൊരു വഴി ഒരുക്കി തരിക. എല്ലാവർക്കും ഇത് തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക. കാരണം ചിന്തിക്കുമ്പം നിങ്ങൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫ് വെച്ചിട്ട് മാത്രം ആവരുത്. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും ഇതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ എൻ്റെ അടുത്ത് ആൾക്കാർ വന്നേക്കുന്നത് അവരുടെ കഥകളൊക്കെ ഞാൻ കേട്ടപ്പം എനിക്ക് മനസ്സിലായേക്കുന്ന മറ്റൊരു പോയിന്റ് ഞാൻ റിവീൽ ചെയ്യുകയാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഉള്ളവർ നോക്കുക, അങ്ങനെ അല്ല എന്നുള്ളവർ വിട്ടേക്കുക. എന്നാലും ഒരു മെജോറിറ്റിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ. അപ്പം അത് ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥ ട്രാക്കിലോട്ട് കയറുക, അതായത് കോറിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആത്മാവ് സോള് തന്നെ ക്രിയേറ്റ് ആക്കുന്ന ഇഷ്യൂസാണ്. പക്ഷേ അതിനെ ബോധർ ചെയ്യാതെ നമ്മുടെ ഹ്യൂമൻ ലോസ്, നമ്മുടെ ഈ പെരിഫറൽ സൊസൈറ്റിയിൽ പഠിച്ചു വെച്ചേക്കുന്ന സിദ്ധാന്തത്തിനനുസരിച്ച് പോകുന്നതുകൊണ്ടാണ് ഇതിൻ്റെ എമൗണ്ട് വർദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി എന്ന് വിചാരിക്കരുത്. ഇൻ ദ സെൻസ് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 10 years അല്ല, നിങ്ങളുടെ പുറകോട്ട് നിങ്ങളുടെ പൂർവികരടക്കം അവിടുന്ന് തന്നെ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അവിടുന്ന് ഇതിൻ്റെ ഒരു ഒരു കണക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പം 3-ാം ക്ലാസ്സിലായിരിക്കാം, പക്ഷേ 1-ാം ക്ലാസ് നിങ്ങളില്ല എന്നും പറഞ്ഞുകൊണ്ട് 1-ാം ക്ലാസ്സിലെ ഇഷ്യൂ അവിടുന്ന് തുടങ്ങിയ ഇഷ്യൂ ആയിരിക്കാം ഇന്ന് 3-ാം ക്ലാസ്സിൽ നിങ്ങളെ ബാധിക്കുന്നതെന്ന് വേണേൽ മനസ്സിലാക്കാം. അതായത് എല്ലാവർക്കും ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റീരിയൽ തിങ്സിൻ്റെ അഭാവത്തിലായിരിക്കും. അതായത് ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ മെജോറിറ്റി ആൾക്കാർക്കും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ പുറത്ത് നിന്നിട്ടായിരിക്കും ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പണമാകാം, വാഹനമാകാം, വീടാകാം, ഷെൽട്ടറാകാം, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആകാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഗതിയിൽ നിന്നായിരിക്കും ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ എല്ലാവരും എനിക്ക് ധനത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് വീടില്ലാതെ പോയി, അല്ലെങ്കിൽ കാർ വാങ്ങാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന സിദ്ധാന്തം എന്താണ്? കുറേ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മതി, കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ പൈസ ഉണ്ടാകുന്നുള്ള വിഡ്ഢിത്തരം പോലെ ഈ ലോകത്ത് വേറൊന്നുമില്ല. ഇത്രയും വലിയ വിഡ്ഢിത്തരം അത് ആര് പറഞ്ഞു പഠിച്ചതോ എനിക്കറിയില്ല. പറഞ്ഞതുപോലെ ഒരു പൊട്ടത്തര ഈ ലോകത്തില്ല. കഷ്ടപ്പെട്ടാൽ പൈസ കിട്ടുമെന്ന് ആദ്യം പറഞ്ഞ്, കഷ്ടപ്പെട്ടാൽ പൈസ കിട്ടുമെന്ന്. നിങ്ങളുടെ എനർജി ആൻഡ് വൈബ്രേഷൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് പണം വരുന്നത്. ഇപ്പം നമ്മളൊരു ഫീലിംഗ് ഫീൽഡ് തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഫീൽഡ് എടുത്താൽ മതി. കഴിവുള്ള എല്ലാവരും ഏറോമാനായിട്ടുണ്ടോ? കഴിവുള്ള എല്ലാവരും യേശുദാസ് ആയിട്ടുണ്ടോ? അപ്പോൾ കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ മിടുക്കനാവുന്നത്? നിങ്ങളുടെ എനർജി ആൻഡ് വൈബ്രേഷൻസ് അനുസരിച്ചിരിക്കും. എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ പേര് കിടന്ന് രാവിലെ തൊട്ട് അല്ലെ 24 hours കഷ്ടപ്പെടുന്ന വ്യക്തിക്കാണോ ആ 24 hours വർക്ക് ചെയ്യുന്നതിൻ്റെ മൂല്യയുടെ ലൈഫിലേക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കാന്നുള്ള വിഡ്ഢിത്തരം നിർത്തുക. അത് ഈ പറയുന്ന പോലെ രക്ഷപ്പെടാത്തവന്മാർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പൊട്ടത്തരമാണ്. അത് കാണുന്ന പെരിഫറലിൽ നിന്ന് കാണുന്നവന് അയ്യോ അതാണല്ലോ വലിയ കാര്യം തോന്നും. പല രീതിയിലുള്ള ഇഷ്യൂസ് ഈ മെറ്റീരിയലിസ്റ്റിക് അഭാവത്തോടുകൂടി അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഇല്ലായ്മ കൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇത് ഒരു കണക്കിന് നിങ്ങൾ പല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വരാൻ തുടങ്ങും. അതായത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങും. മനസ്സിലായത്? നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അപ്പം ഇതിപ്പോൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, സ്പിരിച്വൽ സോളുകളെയാണ് ഇത് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് വാല്യൂ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം നമ്മുടെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാകാത്ത ആൾക്കാർക്ക് വിമർശിക്കാൻ ഒരുപാട് ലൂപ്പുകളുണ്ടാവും. ഇത് മനസ്സിലാകുന്ന ആൾക്കാർ മാത്രം ഇതിനെടുത്താൽ മതി. കഴിഞ്ഞ ദിവസം ചക്രവീഴി ഇട്ടപ്പോൾ തന്നെ എനിക്ക് കമന്റ് കണ്ട് ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്നതാണ് അയാളുടെ സ്വഭാവം. അയാൾ വ്യക്തമായിട്ട് കമന്റിൽ കാണിച്ചു തന്നു. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം
പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു നേരിയ നെഗറ്റിവിറ്റി മതി അവരുടെ സകലം മൂടും കളയാനായിട്ട്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അനുഭവത്തിലൂടെ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ പോയിന്റിലൂടെ നിങ്ങളുടെ അനുഭവം നോക്കുക. അപ്പോൾ ഒരു സ്പിരിച്വൽ സോൾ ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഹെൽത്ത് ആദ്യം പെരിഫറൽ ഇഷ്യൂസ്, അവർക്ക് മെറ്റീരിയലിസ്റ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും. അത് അവരെ വകവെക്കാതെ പോകുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവണം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പല വഴികളും നിങ്ങൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ അതിനും വേണ്ടത് എന്താ? ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാലും വേണ്ടത് മെറ്റീരിയൽ, അവിടെയും സ്ട്രഗിൾ ഉണ്ടാവും. ഇതൊക്കെ ഓരോ സൈൻ ആണെന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വേക്കപ്പ് കോളാണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പോയി എന്നിട്ടും പഠിക്കാതിരിക്കുമ്പോഴത്തേക്കും ഈ ഹെൽത്ത് ഇഷ്യൂ നിങ്ങളെ തുടർന്നു, നിങ്ങളെ കാർന്ന് തന്നെ തുടങ്ങും. അതായത് ആ ഹെൽത്ത് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയിലാണ്. അതായത് ഉണ്ടാകാവുന്ന അതായത് വീഴ്ച, മുറിവുകൾ, ചതവുകൾ, കൈയൊടിയുക, കാലൊടിയുക എന്നുള്ള കലാപരിപാടിയിലേക്ക് വരും. എന്നിട്ടും ഇതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നതാണ് ഇന്റേണലി ഓരോ അസുഖങ്ങൾ ഉണ്ടാവും. അതായത് ശരീരം പുറമേ ഒന്നും കാണാൻ പറ്റില്ല, ഉള്ളിലെ ഇഷ്യൂസ്, പല രീതിയിലുള്ള ഇഷ്യൂസ് പലതരത്തിലാകാം. ഞാനതിൻ്റെ അസുഖങ്ങളുടെ ഒന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്കൊന്ന് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതിയല്ലോ. പുറമേ കാണാൻ കഴിയാത്ത അകത്ത് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ ഓരോരുത്തരോട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി എന്നിട്ടും മനസ്സിലാകുന്നില്ലെന്നിരിക്കട്ടെ, ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് തിരിച്ചറിയുന്നില്ല. ഹെൽത്ത് ഇഷ്യൂ സ്വാഭാവികമായിട്ട് സാധാരണ ആൾക്കാർ എന്താ ഹെൽത്ത് ഇഷ്യൂ മാറ്റാനുള്ള വഴികളായിരിക്കും പോകുന്നത്. പിന്നെ എന്നിട്ടും പഠിക്കാതിരിക്കുമ്പോൾ പിന്നെ ആ വ്യക്തി ഭൂമിയിലുണ്ടാവില്ല. അങ്ങനെ പറയുക. നിങ്ങൾ നോക്കിക്കോ, ഞാനീ പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങളുടെ ചുറ്റിനോ നിങ്ങളുടെ ലൈഫിനോ ഒക്കെ ബാധകമായിട്ട് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കേസോട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് വന്നേക്കുന്ന ഞാൻ ഏകദേശം ഒരു 10,000 ആൾക്കാരുടെ വർത്താനം പറയാൻ അതാണ് രസം. അങ്ങനെ പറയാനില്ല, ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്ന പറയാൻ മീൻസ് അവരുമായിട്ടുള്ള സംസാരമാണ് എൻ്റെ പഠന ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പഠന ക്ലാസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഓരോ ആൾക്കാരുടെയും പാറ്റേണിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇഷ്യൂസ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞില്ലേ, ഇതിനൊക്കെ പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടക്കാം. പരിഹാരം എന്ന് പറയുന്ന ഒരു ക്ലീഷേ വാക്കാണ്. അതിനെ മറികടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. റിയലൈസ് ചെയ്ത് പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കി റീപ്രോഗ്രാമിംഗ് സംഭവിച്ചെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ. റീപ്രോഗ്രാമിംഗ് നിങ്ങൾ സംഭവിക്കണം. അതിനകത്തും ഉഴപ്പ് വിചാരിച്ചാൽ, ഈ റീപ്രോഗ്രാമിങ്ങിനകത്തും ഉഴപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തെ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. സീരിയസ്ലി ഈ ജന്മത്തെ ഒരു മാലാഖയോ ഒരു ദൈവദൂതനോ ഒക്കെ അവരൊക്കെ നമുക്ക് വഴി കാണിച്ചു തരാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ആ വഴിയിലേക്ക് നിങ്ങൾ തന്നെ ഇറങ്ങേണ്ടി വരും. ആ ഇറങ്ങാൻ മടിച്ച് അല്ലെങ്കിൽ അതിന് 100 ന്യായങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ സ്വയം എന്താ പറയുന്നത് എസ്കേപ്പിസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ ആരും നിങ്ങളെ ആരാണോ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ആ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾ പോലും പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അത്രയും വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു. മനസ്സിലാക്കാൻ ശ്രമിക്കുക.